ഇപ്പം കാണാൻ വേണ്ടി പറ്റിയത് തന്നെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കൊച്ചിലോട്ടെ വിജയ് ഫാനാണ് കേട്ടോ. എന്തിനു വന്നാലും എല്ലാ ഷോയ്ക്കും ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അടിപൊളിയാണ് ചേട്ടാ. എങ്ങനെ പറയാം, അതിന് മുമ്പ് ഇറങ്ങിയില്ലേ. അപ്പം ആ ഫുള്ള് ടിക്കറ്റ് ഫുൾ ബുക്കാണ് ചേട്ടാ. രാവിലെ വന്നപ്പോഴും ഫുൾ സീറ്റ് ബുക്കായിരുന്നു. പിന്നെ കുറേ ഷോർട്സ് ഒക്കെ എടുത്തു ചേട്ടാ. എല്ലാം അടിപൊളിയായിരുന്നു. തലവ ദർശനം എല്ലാം വിജയ് ക്യാരക്ടർ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ. അടിപൊളി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്കില്ല. കാണണം, അത് കാണാതിരിക്കരുത്. അടിപൊളി. അത് അയ്യോ എൻ്റെ പൊന്നെ, അത് തിയേറ്ററിനകത്തിരുന്ന് ആ ഒരു ആൾക്കാരുടെ ഇടയിലിരുന്ന് പാട്ടും ബഹളവും ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ പടം. നിങ്ങളെല്ലാം കണ്ടതല്ലേ, പിന്നെ പിന്നെ എന്തിനും റിവ്യൂ അത് എനിക്ക് വേറെ വിളിപ്പേരൊക്കെ വന്നു തുടങ്ങി. തിയേറ്റർ എക്സ്പീരിയൻസ് പടമൊക്കെ പൊളിയില്ലേ നമ്മൾ. അടിപൊളിയായിരുന്നു. നമ്മളൊരു 100 വർഷം വരെ കണ്ടാലും നമുക്ക് മടുക്കില്ല. അമ്മ അടിപൊളി സിനിമയാണ്. ആ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ? രോമാഞ്ചില്ലേ, നമ്മള് അടിച്ചു ഓടിച്ച് ഡാൻസ് കളിച്ചിട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ 2004 ഇറങ്ങിയ സിനിമയാണ്. അതിപ്പോഴും 20 വർഷത്തിന് ശേഷം ഇറങ്ങിയ സിനിമ നമുക്ക് ഇപ്പോഴും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു മടുപ്പില്ലാതെ കാണാൻ പറ്റും. 100 വട്ടം നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ഷോയും നാളത്തെ ഷോയും എല്ലാം ഹൗസ്ഫുള്ളാണ്. അത് പുതിയ ഈ കേരളത്തിൽ പുതിയ സിനിമ ഇറങ്ങിയ സമയത്തും പഴയ സിനിമ അത് ഗില്ലി എന്നുള്ള 20 വർഷത്തിന് മുന്നേ ഇറങ്ങിയ സിനിമ ഇപ്പോൾ ഇറങ്ങിയപ്പോഴും ഹൗസ്ഫുള്ളാണ്. തിയേറ്റർ ഹൗസ്ഫുള്ളാണ്. ഇനി ഓടും. ഗില്ലി നമ്മൾ കണ്ടാലും മടുക്കൂല. അടിപൊളി പടം. തിയേറ്റർ കൊണ്ട് ആകെ മറിച്ച് കളഞ്ഞു. അത്ര ആ പാട്ടും എല്ലാം കൂടെ കൊണ്ട് അടിപൊളി പടം. ഇതിനൊക്കെ എന്ത് റിവ്യൂ? സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ പാട്ടെല്ലാം നമുക്ക് നല്ലപോലെ ഡാൻസ് കളിക്കാനും എല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. 4K നമുക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് 4Kയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണിത്. റീ റിലീസ് വേറെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. 50 പ്രാവശ്യം കണ്ട പടം അതിനെക്കാട്ടി ഒന്നുകൂടി കാണുമ്പോൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. വിജയ് എന്നൊരു പുതിയൊരു പടം ഒരു പയ്യൻ വന്നിട്ടുണ്ട്. വൻ പൊളിയാണ്. ഇനി ഭാവിയിൽ വലിയ താരവും തോന്നുന്നു. എല്ലാ ഏരിയയിലും അണ്ണുണ്ടാകില്ലേ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം. അകില്ല എല്ലാവരും ഒന്നുകൂടെ കാണാൻ പറ്റിയ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. നമുക്ക് കാണാം. ഓക്കെയാണ്. ഗില്ലിയാണോ? തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി വിഷയം. അടിപൊളി പടം. പക്ഷെ അടിപൊളി പടം എനിക്കറിയാലോ. ഇപ്പൊ ഞങ്ങൾക്ക് ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അതിപ്പോ കംപ്ലീറ്റ് ആയി. 100% ഹാപ്പിയിലാണ്. എങ്ങനെയായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് കിട്ടാത്തത് ഇന്ന് കിട്ടി. എങ്ങനെ പാട്ടൊക്കെ എല്ലാം തിയേറ്റർ ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു റിലീസ് വിജയ് പടം എങ്ങനെ ഇറങ്ങുന്നു അതുപോലെ തന്നെയായിരുന്നു തിയേറ്ററിൽ. അതെ, പടം കണ്ടതല്ലേ, എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. എല്ലാവരും നല്ല വൈബായിരുന്നു. ഒരു റിലീസ് പടം ചെയ്യുന്നതിന്റെ അതേ ഒരു എഫക്ട് ഉണ്ടായിരുന്നു. അതെ തീർച്ചയായും. പല 7 വർഷത്തെ ഫീൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഒരു പുതിയ വിജയ പടം കണ്ടിറങ്ങിയ ഫീലുണ്ട്. പൊളിച്ച്.